ഫേസ്ബുക്കിലെ എല്ലാം എൻ്റെ സഹോദരിമാർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇറ്റ് ഈസ് a joy. It is a joy. Christy Peter, you are the first to join in now. Already 10 are there. It is a joy that people are enjoying the word of God. കുറച്ച് നേരം മുമ്പേ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വി ആർ മിസ്സിങ് ദ ഫെലോഷിപ്പ്. നമ്മൾ വാസ്തവത്തിൽ സഭായോഗങ്ങളും ഒക്കെ വരുമ്പം നമ്മൾ വാസ്തവത്തിൽ ചില സമയത്തൊക്കെ അവർക്ക് ഇന്നൊരു സഭായോഗമാണല്ലോ, ചിലരൊക്കെ വരുന്ന ഇന്ന് ഫ്രൈഡേ ആ പോകണം. പക്ഷേ കൂടാതെ വരുമ്പം അതിൻ്റെ ആബ്സെൻസ്, അങ്ങനെ ഒരു കൂടിവരം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആ ദാഹം നമുക്ക് മനസ്സിലാവും. ഐ ഫീൽ ദാറ്റ് ദീസ് ആർ ദ ടൈംസ് വെയർ ദ ലോർഡ് ഈസ് ടീച്ചിങ് us the value of fellowship. കൂട്ടായ്മയുടെ ആ വില മനസ്സിലാക്കും. എല്ലാം ദർ ഇസ് നത്തിങ് റോങ്, ബട്ട് ലുക്ക് വി കനോട്ട് അസീവ്. മാത്രമല്ല ദൈവവചനം കേൾക്കാനുള്ള വ്യഗ്രത. പീപ്പിൾ വോണ്ട് ടു ഹിയർ ദ വേർഡ്, പീപ്പിൾ വോണ്ട് ടു മൂവ് ഇൻ ടു ദ വേർഡ്. അന്ന് അപ്പത്തിന് വേണ്ടിയോ വെള്ളത്തിന് വേണ്ടിയോ ഉള്ള വിശപ്പോ ദാഹമോ അല്ല, ദൈവവചനം കേൾക്കാനുള്ള വചനം. The word of God is spreading faster now. വളരെ വേഗതയിൽ it is happening. Ronak, inner chamber, getting excited. Roshna is watching. Reggie, brother, praise God. ഈ ഇന്നർ ചേംബറിൻ്റെ മെസ്സേജ് കേട്ട് ഇന്നലെ റോനക്ക് സാറായും they started praying. The presence and power of God was so thick. റോണക്ക് എന്നോടൊരു ആശയമല്ല, ഹിസ് എക്സ്പീരിയൻസ്. ഈ ഇന്നർ ചേംബറിൻ്റെ മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പം റോണക്കിൻ്റെ ഉള്ളിൽ ഒരാശയം, ഞാൻ എത്ര സമയമാണ് ഉറങ്ങി സമയം ചെലവഴിക്കുന്നു? 6 മണിക്കൂർ, ചിലപ്പോൾ 8 മണിക്കൂർ. ആ 8 മണിക്കൂറും കൂടെ കർത്താവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. സോ ഹി പ്രേഡ്. റോനക് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഈ ഉറങ്ങിക്കിടക്കുമ്പോഴും അങ്ങയുടെ ഇന്നർ ചേംബറിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. നൗ ദിസ് ഈസ് സംതിങ് വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ഇന്നർ ചേംബർ എന്നല്ലെങ്കിൽ, ഇന്നർ ചേംബർ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ സീക്രട്ട് പ്ലേസ് എന്ന് യേശു പറഞ്ഞ ഒരു വാക്കാണ്. അറയിൽ കയറുക, കർത്താവുമായിട്ട് ആ വ്യക്തിപരമായ പ്രസൻസ് വിച്ച് ഐ എം ഗോയിങ് ടു ഷെയർ അഗെയിൻ ടുഡേ. ആ ബന്ധത്തിലോട്ട് നമ്മൾ വരുമ്പം സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ റോയ് ബ്രദർ, പ്രൈസ് ഗോഡ്, ആ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വി ആർ സ്പിരിച്വൽ ബീയിങ് ഹാവിങ് എ സോൾ ലിവിങ് ഇൻ എ ബോഡി. ഈ 3 ഘടകങ്ങളും, ഈ സ്പിരിറ്റും സോളും ഈ ശരീരത്തിനകത്ത് വസിക്കുന്നു. ഈ സ്പിരിറ്റ് ആൻഡ് സോൾ എന്ന് പറയുന്നതാണ് ഇൻ്റലക്റ്റ്, ഇമോഷൻസ്. ഇപ്പം നമ്മൾ കേൾക്കുമ്പം ചിലരത് സ്വീകരിക്കുന്നു. സ്പിരിച്വൽ പീപ്പിൾ ഇത് സ്വീകരിക്കും, ചിലരത് വിമർശിക്കും, ചിലർ. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. അതിനാണ് ഈ ദൈവവചനം എന്ന ഇരുവായ തലയുള്ള വാൾ സന്ധി മജ്ജകളാൽ എന്ന് പറഞ്ഞാൽ അത് ഇന്നർ മാൻ, സ്പിരിറ്റ് മാൻ ആൻഡ് ദ സോളിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. സോളിഷ് തോട്ട്സ്, സോളിഷ് വേർഡ്സ് അതൊന്നും വരത്തില്ല. യു വോണ്ട് റീറ്റാലിയേറ്റ് ബിക്കോസ് യു നോ ഹൂ യു ആർ. നമ്മുടെ ഉള്ളിൽ. സോ ഇന്നലെ റോണക് പറഞ്ഞ കാര്യം, ഇത് റെലവൻസാണ് ഞാൻ പറയുന്നത്. റോണക് അത് പഠിക്കുന്നത് നന്നായിരിക്കും. The practice of being with or spending time with God. ഞാൻ ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടെ എടുത്തു പറയാം. നമ്മുടെ ബൈബിൾ വായനയും ബൈബിൾ സ്റ്റഡിയും ജേർണലിംഗ്, അത്
കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആകരുത്. ദെയർ ഇസ് എ ബിഗ് ഡേഞ്ചർ. ബൈബിൾ വായന എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഫെലോഷിപ്പിന് തടസ്സമാകരുത്. സോ ഇത് പ്രാക്ടീസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നൗ യു വാക്ക് ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പം ഏർലി മോർണിംഗ് ഇസ് വെരി ഗുഡ് ടൈം. വിശുദ്ധന്മാരെല്ലാം അതിരാവിലെ എന്ന് പറയുന്ന ആ സമയത്ത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ ക്ലോസ് ആയിരുന്നു. എന്നാൽ ഞാനിത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. ഇത് പ്രാക്ടീസ് ചെയ്താലുള്ള ഗുണം നമ്മുടെ ശരീരം കിടന്ന് ഉറങ്ങുമ്പോഴും അകത്തെ മനുഷ്യൻ, ദ ഇന്നർ മാൻ, വിൽ കണ്ടിന്യൂ ദ ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ. ദർ വിൽ ബി എ സെപ്പറേഷൻ. ഒരു സെപ്പറേഷൻ ആകും നമ്മുടെ ഫിസിക്കൽ ബോഡിയും സ്പിരിച്വൽ ബോഡിയും. നൗ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ദർ ഇസ് എ നാച്ചുറൽ മാൻ ആൻഡ് ദർ ഇസ് എ സ്പിരിച്വൽ മാൻ. ഹെവൻലി മാൻ എന്നതിന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ ദ ഇന്നർ മാൻ. നൗ ദ ഇന്നർ മാൻ ആൻഡ് ദ നാച്ചുറൽ മാൻ തമ്മിൽ ആ സെപ്പറേഷൻ കൊണ്ടുവരുന്നത് ദൈവവചനമാണ്, ത്രൂ ദ ഹോളി സ്പിരിറ്റ്. സോ ഈവൻ വെൻ ദ പ്രാക്ടീസിങ് ഓഫ് പ്രെയർ, നമ്മുടെ പ്രാർത്ഥനയുടെ പ്രാക്ടീസ് ഷുഡ് ബിക്കം സോ ഡീപ്പ് ആൻഡ് സോ സ്ട്രോങ് ദാറ്റ് ഈവൻ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും എൻ്റെ അകത്തെ മനുഷ്യൻ പിതാവുമായിട്ട് കൂട്ടായ്മ ആചരിച്ചുകൊണ്ടേയിരിക്കുക. എൻ്റെ ശരീരം കിടന്നുറങ്ങുമ്പോഴും എൻ്റെ അകത്തെ മനുഷ്യൻ കൂട്ടായ്മ തുടർന്നുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. റോണക്ക് ഇന്നലെ രാത്രി പ്രാർത്ഥിക്കാൻ കിടക്കുന്ന സമയത്തും പറഞ്ഞു, കർത്താവ് ഈ ഉറക്കത്തിലും എന്നോട് നിനക്ക് സംസാരിക്കാമല്ലോ. ഡ്രീംസ്, വിഷൻസ്, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, ഇതെല്ലാം ദൈവം തന്നിരിക്കുന്ന സംസാരിക്കാനുള്ളൊരു മീഡിയമാണ്. പക്ഷേ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പല കാര്യമുണ്ട്, വിച്ച് ഐ വിൽ സ്പീക്ക് ടുഡേ ഓർ ടുമോറോ ഇൻ ദ കമ്മിങ് ഡേയ്സ്. നൗ വാട്ട് ഹാപ്പൻ? റോണക്ക് ചില സ്ഥലത്ത് എടുക്കപ്പെട്ടു പോയി, കണ്ടു എന്നൊക്കെ. ഹി വാസ് ഷെയറിങ് ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ഐ വാണ്ട് ഹിം ടു ഷെയർ ടു യു ഡയറക്ട്ലി വെൻ എവർ ഹി ഈസ് ഫ്രീ. പക്ഷേ സംഭവിച്ചത്, രാത്രി ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആൻഡ് the Holy Spirit's presence and power കോട്ടയത്തെ ഭവനത്തിൽ it became so valid that the whole house was shaking. ആ ഭവനം മുഴുവൻ ഷേക്ക് ചെയ്തു എന്നാണ് റോണക് പറഞ്ഞത്. He pours he wants to pour his vision, pour his dream about the earth. ദൈവത്തിന് നിങ്ങളും ഞാനും അല്ലാതെ ഭൂമിയിൽ ആരാ ഉള്ളേ? നമ്മളാ മക്കൾ. ആ നമ്മൾ തന്നെ പ്രതിബിംബിക്കുന്നവരാണ്. സോ ഹി വാണ്ട്സ് ടു പോർ. സോ നൗ ദ ഇന്നർ മാൻ ഈസ് ടു ബി സ്ട്രെങ്തൻഡ്. നൗ ഈ അറയിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ ഇന്ന് ചിലർ വിശ്വാസികൾ പോലും അവർക്ക് അധൈര്യമാണ്, ചില കാര്യങ്ങൾക്കൊന്നും കോൺഫിഡൻസ് ഇല്ല എന്ന് പറയും. ഞാൻ ഇന്ന് ഈ കോൺഫിഡൻസ് ഇല്ലായ്മയെക്കുറിച്ച് പറയാം. ദൈവം നമ്മളെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുക തൻ്റെ ദൗത്യത്തിന്. I'll tell you, there's a wonderful word. There's a wonderful word in the book of Timothy. 2 തിമോത്തി 4 അതിൻ്റെ 4:18, 2 തിമോത്തി 4:18 ഞാൻ വിശ്വസിക്കുന്നത്. ജസ്റ്റ് എ മിനിറ്റ്. Yeah. And the Lord will deliver me from every evil work and preserve me from the kingdom, for the kingdom, for his heavenly kingdom. To him be glory forever and ever. Amen. 2 തിമോത്തി 4:18. അതിൻ്റെ മലയാളം നോക്കുവാൻ നല്ലതായിരിക്കും. The Lord will deliver me. The Lord will deliver me, number 1. Number 2,
ഹി വിൽ പ്രിസർവ് മീ. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഈ വചനം നിങ്ങളുടെ അകത്ത് സ്ട്രെങ്ത് ആകണം. ദ ലോർഡ് വിൽ ഡെലിവർ മീ ആൻഡ് വിൽ പ്രിസർവ് മീ. പ്രിസർവിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനം പ്രിസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നീണ്ട നാളത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുക. ബിക്കോസ് യു ലൈക്ക് ഇറ്റ് സോ മച്ച്, യു വാണ്ട് ദ ടേസ്റ്റ് ഗോയിങ് ഓൺ. അതുകൊണ്ട് തന്നെ യു ആർ പ്രിസർവിങ് ഇറ്റ്. അതാ എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ടു ഹിസ് റിഡംഷൻ. നിങ്ങളുടെയും എൻ്റെ പുറത്ത് ഒരു സീലുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ. പരിശുദ്ധാത്മാവ് നിങ്ങളിലും എന്നിലും ഒരു സീൽ പ്രിസർവ് ചെയ്യുക. നമ്പർ 1 ഹി വിൽ ഡെലിവർ, നമ്പർ 2 ഹി വിൽ പ്രിസർവ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഏത് സാഹചര്യത്തിലുമാണെങ്കിലും യു ഷുഡ് ഹാവ് എ കോൺഫിഡൻസ് ഇൻ ക്രൈസ്റ്റ്. ആൻഡ് ദാറ്റ് കോൺഫിഡൻസ് ഇസ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്, കംസ് ത്രൂ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അതിൻ്റെ മലയാളം 2 കൊരിന്ത്യർ 4:18 എന്തായിരിക്കും? 2 തിമോത്തി 4:18. വിടുവിച്ച് രക്ഷിക്കും എന്നെഴുതിയിരിക്കുന്ന സൂക്ഷിക്കും, പ്രിസർവ്. നമ്മൾ സാറിന് ഇപ്പോഴത്തെ സാധനം ഭക്ഷണമൊക്കെ വാങ്ങിക്കുമ്പോൾ വായിക്കത്തില്ല, പ്രിസർവേറ്റീവ്സ് നോട്ട് യൂസ്ഡ്, പ്രിസർവേറ്റീവ് ഇല്ല. എന്തിനാ പ്രിസർവ്? കൂടുതൽ നാൾ നിൽക്കാനായിട്ട്. അപ്പം ദൈവം വിടുവിക്കുക മാത്രമല്ല, നമ്മൾ പ്രിസർവോടെ ചെയ്തു വെച്ചിരിക്കുക ഫോർ ഹിസ് ഹെവൻലി കിങ്ഡം, അല്ലേ? ഫോർ ഹിസ് ഹെവൻലി കിങ്ഡം. ദിസ് പോൾ ഇസ് റൈറ്റിംഗ് ടു തിമോത്തിയോട് പറയാണ്, തൻ്റെ വാക്ക് ഒത്തിരി പേര് എതിർത്തു. പൗലോസിൻ്റെ വലിയൊരു ചലഞ്ച്. പൗലോസ് യേശുവിനെ നേരിട്ട് കണ്ടയാളാണ്. യേശുവിനെ നേരിട്ട് കണ്ട ആള് വെളിപ്പാടുണ്ട്, യേശു ക്രിസ്തുവായിട്ടുള്ള സ്നേഹമുണ്ട്. അപ്പോൾ വെളിപ്പാടില്ലാത്ത ആൾക്ക് ഈ കേൾക്കുന്നതൊന്നും മനസ്സിലാകത്തില്ല. സോ പൗലോസ് പോകുന്നിടത്തെല്ലാം പീപ്പിൾ ജസ്റ്റ് വിത്ത്സ്റ്റുഡ് ഹിം എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നതൊന്നും കേൾക്കട്ടെ, പറയുന്ന കാര്യമാണോ ഒന്നുമല്ല, അത് എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ പൗലോസ് ഇങ്ങനെ പറയാണ്, അലക്സാണ്ടർ ദ കോപ്പർ സ്മിത്ത് ഡിഡ് മീ എ ലോട്ട് ഓഫ് ഹാം, മേ ദ ലോർഡ് റീപേ ഹിം അക്കോർഡിംഗ് ടു ഹിസ് വർക്ക്. അവിടെയും താൻ പറഞ്ഞു, ദൈവം അവർക്ക് സത്യാവസ്ഥ ദൈവത്തിന് അറിയാം, ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ, ഞാനൊന്നും പറയത്തില്ല. 2 താൻ പറയാ, അവസാനമായപ്പോൾ എല്ലാവരും എന്നെതിരെ പറയാൻ തുടങ്ങി. And then he says, at my first defense, no one stood with me. All forsake me. All forsake me. 17. But the Lord stood with me and strengthened me. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ധൈര്യം, എൻ്റെ ധൈര്യം അതാ. But the Lord stood with me and strengthened me. Glory to be Jesus Christ. Glory to be the Father who has begotten me. But the Lord stood with me. But the Lord. എന്തൊരു ധൈര്യം അതല്ലേ? Lord stood with me and strengthened me. എല്ലാവരും എതിർ പറയുമ്പോഴും ഒരു കാര്യം ഓർത്തോണം, നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്ന ഒരാളുണ്ട്, സ്വർഗത്തിലെ പിതാവ്. നിങ്ങളെക്കുറിച്ച് ഒരു കുറ്റപ്പെടുത്തത്തില്ല. നിങ്ങൾ പ്രയാസമായി നീയൊക്കെ നിൻ്റെ കുഴപ്പം കാരണമോ ഇത് സംഭവിച്ച് നീയൊക്കെ നോക്കിക്കണ്ട് നടക്കും, അങ്ങനെ പറയുന്ന ആളേ അല്ല. പുകയെന്നെ തിരിയെ കെടുത്താത്തവൻ, ചതഞ്ഞ ഓടെ ഓടിക്കാത്തവൻ. ഓ, isn't it beautiful? ഓർത്ത് നോക്കിക്കോ, ഒരാൾ പുകഞ്ഞുകൊണ്ടിരിക്കുക, ആ കൂട്ടത്തിൽ അതിനെ കെടുത്താനായിട്ട് ആൾക്കാർ നോക്കുന്നു. യേശു ചെയ്യത്തില്ല അത്. യേശു അതിനെ തെളിച്ച് കത്തിക്കും. അഗെയിൻ ഹി വിൽ ബ്രിങ് യു ബാക്ക്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ, യു ആർ ഗോയിങ് ത്രൂ എ സിമിലർ സം സിറ്റുവേഷൻ വെർ എവറി വൺ ഈസ് അഗെയിൻസ്റ്റ് യു. നിങ്ങളുടെ എതിരെ എല്ലാവരും. പക്ഷേ ദ ലോർഡ് ഈസ് വിത്ത് യു. ദൈവം നിങ്ങളുടെ കൂടെയാണ്. വാട്ട് എ വേർഡ് പോൾ ഈസ് യൂസിങ്.
ആൻഡ് ദെൻ ഹി സേസ്, ഇത് കഴിഞ്ഞിട്ടാ എല്ലാവരും ഉപേക്ഷിച്ചു, പക്ഷേ ദ ലോർഡ് stood with me. The Lord stood with me and strengthened me. ഈ ഉറപ്പ്, അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ 17 കഴിഞ്ഞിട്ടുള്ള വാക്കാ പറയുന്നത്. ആൻഡ് ഹി 17 അനിയൊന്ന് വായിക്കാം. ദ ലോർഡ് സ്റ്റുഡ് വിത്ത് മീ. 16, 17, 18 വായിച്ചു. ആരും എനിക്ക് തുണ നിന്നില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. അവർക്ക് കണക്കിടാതെ. ഞാൻ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കും. എൻ്റെ ഫേസ്ബുക്ക് ഫാമിലിയോട് പറയാം, നമ്മളെക്കുറിച്ച് പലതും പറയും. ആ പറയുന്നത് ഒന്ന് അറിവില്ലായ്മയുടെ കാരണത്തിലേക്ക്. ചിലർ പറയാറില്ല പ്രോസ്പെറിറ്റി തിയോളജി. അങ്ങനെ ഒരു തിയോളജിയേ ഇല്ല. ഞാൻ വിശ്വാസത്തിൽ നടക്കുന്ന സമയത്ത് നടത്തിയ ദേവദാസന്മാരൊക്കെ ഉണ്ട്. അവർ വെരി ഗുഡ് മെൻ ഓഫ് ഗോഡ്. പ്രോസ്പെറിറ്റി തിയോളജി എന്ന് പറയുന്നതില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നാൽ 3 യോഹന്നാൻ 2-ാമത്തെ വാക്യം, 3 ജോൺ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, പ്രോസ്പർ ആസ് യുവർ സോൾ പ്രോസ്പേഴ്സ് ആൻഡ് ബി ഓഫ് ഗുഡ് ഹെൽത്ത്. മനസ്സിലും അകത്ത് ശുഭത്വം, ആരോഗ്യത്തിലും എല്ലായിടത്തും പ്രോസ്പെറിറ്റി തിയോളജി എന്ന് പറഞ്ഞില്ല. ഒന്നേ ഉള്ളൂ, ബൈബിൾ, ദൈവവചനം. അത് വിശ്വസിക്കുന്ന ആൾക്ക് കർത്താവ് ബലം കൊടുക്കും. അവസ്ഥ മാറുന്നത് തന്നെയായത്. പ്രോസ്പെരിറ്റിയുടെ അർത്ഥം എന്തെന്ന് ഞാൻ പറയാം. ഈ ചിലർ എന്നാ പറയണ്ടേ ഒന്നും അറിയാതെ പറഞ്ഞുകൊണ്ട് ഐ ഫീൽ പിറ്റി ഫോർ ദം കേട്ടോ. ആവശ്യം വരുമ്പം വലിയ സഹായിക്കണമെന്ന് പറയുക, ആവശ്യം കഴിയുമ്പം അവർ ഓടിക്കണമെന്ന് പറയുക. ഇറ്റ്സ് ഓൾ പെറ്റി പീപ്പിൾ. ഐ ഫീൽ പിറ്റി ഫോർ ദം. ഞാൻ അവരോടൊന്നും പറയാത്തില്ല. ഐ വിൽ ടെൽ ദം കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. നൗ പ്രോസ്പെറിറ്റി എന്ന് പറയുക, റിയൽ പ്രോസ്പെറിറ്റി എന്താ? Now that is the word, Naiju, thank you. Beloved, I wish above all that you may prosper and be in health as thy soul prospers. എല്ലായിടത്തും it is something very very powerful to be in Jesus Christ. യേശു ക്രിസ്തുവിലാകുന്ന ഒരാൾ ഒരു മതത്തിൻ്റെ ഭാഗമാകുമല്ല. He is a part of God's family. Now what is real prosperity? യഥാർത്ഥ സമൃദ്ധി എന്താ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്കാണ്, ഉള്ളതിൽ എനിക്ക് നല്ല സ്ഥിതിയിലും ഐ നോ ഹൗ ടു ബി അബൗണ്ട്, ഐ നോ ഹൗ ടു ബി അബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്നാ, ഇല്ലാത്തപ്പോഴും എനിക്ക് പരാതിയും പെറുപെറുപ്പും ഇല്ല, ഉള്ളപ്പോഴും ഇത് ഭയങ്കരമാണ് എന്ന് വെച്ചാൽ ഏത് അവസ്ഥയിലും എനിക്ക് തൃപ്തനായിരിക്കാൻ അറിയാം. അതാണ് സമൃദ്ധി. ഏത് അവസ്ഥയിലും ഉള്ള തൃപ്തി. സോ ഇനി പ്രോസ്പെറിറ്റിയെക്കുറിച്ച് ആർക്കെങ്കിലും ഡൗട്ട് കാണരുത്. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് ഏതവസ്ഥയിലും തൃപ്തിയാണ്. ചില മിഷൻസിനൊക്കെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലും തായ്ലൻഡിലെ ചില ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ദർ ഇസ് നോ ഫെസിലിറ്റി. എന്നാൽ അവിടെ പോകുമ്പം സന്തോഷം കുറയത്തില്ല. നോക്ക്, ദിസ് ഇസ് വെയർ ദ ഇന്നർ ചേംബർ മാറ്റേഴ്സ്. ചിലർ, ഞാൻ എൻ്റെ കൂടെ ഹോങ്കോങ്ങിൽ എ ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർ ദെയർ വിത്ത് മീ ഇൻ ഹോങ്കോങ്. രാവിലെ മുറി കയറുന്നത് കാണാം, രാത്രി മീറ്റിംഗ്, പിന്നെ തിരിച്ച് ഐ ഡോണ്ട് ഗോ എനിവെയർ. ഐ എം സോ ഹാപ്പി ഇൻ ദ പ്രസൻസ്. ഞാൻ വാസ്തവത്തിൽ ഞാനും പിതാവും ഇരിക്കുന്ന മുറിക്കകത്ത് കയറി വേറെ ആൾക്കാർ വരുന്നത് പോലും എനിക്കിഷ്ടമില്ല. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് സച്ച് ഗ്രേറ്റ് ഗ്ലോറി ദാറ്റ് ലോകരാജ്യങ്ങളിൽ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള മുറി മാത്രമേ ഉള്ളൂ വിഷയം. പുറത്ത് ഹോങ്കോങ് ആണോ, പുറത്ത് അമേരിക്ക ആണോ, ദുബായ് ആണോ? ചിലർ ഇന്നത്തെ ഏറ്റവും വലിയ പ്രവചനമൊക്കെ നിന്നെ ദൈവം അമേരിക്കയൊക്കെ വിടും. കർത്താവായിട്ട് നിറഞ്ഞാൽ ഇന്ത്യ എന്താ, അമേരിക്കയിൽ എന്താ, എവിടെയാണേലും യു ആർ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്, കണ്ടെൻറ്റ്. കാര്യം എന്താ? യേശു എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇറ്റ് ഈസ് ഹിയർ പോൾ സേസ്, എന്നോട് എൻ്റെ കൂടെ ആരും നിന്നില്ല. എന്നാൽ നോക്കിക്കേ, ഒന്ന് വായിക്കാവോ? മൈ ഫസ്റ്റ് ഡിഫെൻസ്. കർത്താവോ എനിക്ക് തുണ നിന്നു. ആൻഡ് സ്ട്രെങ്തൻ മീ. The Lord stood with me and strengthened me. I really
and also I was delivered out of the mouth of the lion. Wow. മനുഷ്യരുടെ വായിൽ നിന്ന് മാത്രമല്ല, ലയന്റെ വായിൽ നിന്ന് പോലും എന്നെ ദൈവം രക്ഷിച്ചു, സ്ട്രെങ്തൻ ചെയ്തു. വൗ, ഇസ് ഇറ്റ് ദാറ്റ് ഗ്ലോറിയസ്? യെസ്. എന്നിട്ടാണ് പറയുന്നത്, ആൻഡ് ദ ലോർഡ് വിൽ ഡെലിവർ മീ ഫ്രം എവറി ഈവിൾ വർക്ക് ആൻഡ് പ്രിസർവ് മീ. Preserve me. He delivers me, preserves me. Delivers me, strengthens me. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര വലിയ വെല്ലുവിളിയിലും കൂടെ പോകുമ്പോൾ ചിലർക്കൊക്കെ അധൈര്യം വരും, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ആണ്ട് പ്രത്യേകിച്ചും വിശ്വാസികളുടെ ഇടയിൽ ഒരു ചെറിയ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. എന്തിൻ്റെയാണെന്ന് ഞാൻ പറയാം. നമുക്കൊരു തലവേദന വന്നെന്ന് പറയാനായിട്ട് നമുക്കൊരു പ്രയാസം. കാര്യം മറ്റുള്ളവർ എന്നാ പറയും, വിശ്വാസിയായിട്ട് തലവേദന വന്നു. ലുക്ക്, സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന് പറഞ്ഞ ഒരു ദേവദാസനുണ്ട്. താൻ സോഡ കണ്ണാടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എൻ്റേത് റീഡിങ് ക്ലാസ്, അത് സോഡ കണ്ണാടി. തൻ്റെ കൂടെ ആ വർഷിപ്പ് ടീമിൽ നീസ് ഉണ്ടായിരുന്നു, 2 ചെവിയും കേൾക്കത്തില്ല. ഒരു പത്രക്കാരൻ തന്നോട് വന്ന് ചോദിച്ചു, നിങ്ങൾ മരിച്ചവരെ എഴുന്നേപ്പിച്ച ആളാണ്. സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന് പറഞ്ഞത് പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ താൻ ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് അമേസിങ്. ഹി വാസ് എ പ്ലംബർ റേസ്ഡ് അപ്പ് ടു ബിക്കം എ മൈറ്റി മാൻ ഓഫ് ഗോഡ്. നൗ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം, ഈ കണ്ണാടി എന്തിനാണ് വെക്കുന്നത്? നിനക്ക് നിൻ്റെ സ്വന്തം കണ്ണ് സൗഖ്യമാക്കാൻ മേലെ. 2, ഈ നിൻ്റെ പുറകെ നിൽക്കുന്നത് നിൻ്റെ നീസാണല്ലോ, സഹോദരൻ്റെ മകളാണോ, അവരുടെ ചെവി തന്നെ സൗഖ്യമാകാത്ത. അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ ആപ്റ്റായിരുന്നു. ആൻഡ് ദാറ്റ് ഷുഡ് ബി അവർസ്. ഹി സെഡ്, എൻ്റെ ശരീരം പ്രായമായിക്കൊണ്ടിരിക്കുക, ദ്രവത്തിലൊത്തിലോട്ടാണ്. ഞാൻ ജനിച്ചത് കെടുന്ന ബീജത്താൽ, എന്നാൽ അകത്ത് കെടാത്തൊരു ബീജം നിൽപ്പുണ്ട്. പുറമേയുള്ള ശരീരം ഇപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ വെളുക്കാൻ തുടങ്ങി, കറുത്തതായിരുന്നു വെളുക്കാൻ തുടങ്ങി. It has to happen. Let us be human beings. നമ്മൾ മറ്റുള്ളവർ എന്നാ വിചാരിക്കും? യേശു പറഞ്ഞൊരു ആദ്യത്തെ തത്വം എന്താണെന്നറിയോ? എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെത്താൻ ത്യജിക്കണം. You know, തന്നെത്താൻ ത്യജിക്കുക is emptying yourself, and that happens in the inner chamber, in that personal place. കർത്താവുമായിട്ട് ഇരിക്കുമ്പോൾ യു ബിക്കം എ ബിഗ് സീറോ. ഞാനൊരു കാര്യം പറയാം, കൊമ്പന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ജീവനില്ല എന്ന് യേശു പറഞ്ഞു. ഈ കൊമ്പനും കൂടെ ജീവൻ ഉണ്ടെങ്കിൽ ഈ ജീവൻ ഇങ്ങോട്ട് വരത്തില്ല, കൊമ്പ് ചാകണം. ആൻഡ് ദാറ്റ് ഈസ് ഡിനൈയിങ് യുവർ സെൽഫ്. ആൻഡ് ദാറ്റ് ക്യാൻ ഓൺലി ഹാപ്പൻ ഇൻ ദ ഇന്നർ ചേംബർ. കർത്താവുമായിട്ടുള്ള പേഴ്സണൽ ഇൻറ്ററാക്ഷൻ റബ്ബിങ്, അതിനാണല്ലോ അനോയിൻറ്റിങ്, മെഷീഖ് എന്ന് പറയുന്നത്. ആ യേശു ക്രിസ്തുവുമായിട്ട് ആ വ്യക്തിപരമായ ഇൻറ്റിമസിക്കകത്ത് യു വിൽ എംപ്റ്റി യുവർ സെൽഫ്. അവിടെയാണ് ഇന്നലെ ഞാൻ പറഞ്ഞ വചനം പറയുന്നത്, ഗ്ലോറിഫൈ. ദൈവത്തെ അറിഞ്ഞിട്ട് പോലും അവർ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. ദേ ഡിഡ്ന്റ് പേ വാല്യൂ ടു ഗോഡ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നത്, അതായിരുന്നു അവരുടെ ചിന്ത. ഡിനൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? ലൂസിങ് സൈറ്റ് ഓഫ് യുവർ സെൽഫ്. എന്നെ തന്നെ തേക്കെന്ന് പറഞ്ഞാൽ എന്താ? ശൂന്യമാകുക. ഞാൻ കഴിഞ്ഞ ദിവസം മദ്രാസ് മെഡിക്കൽ മിഷന് ചെക്കപ്പിന് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സഹോദരി പറഞ്ഞു, തമ്പുരാനെ ആരും കാണണ്ട. എന്നെ കാണുന്നു. ഉടനെ ആ സഹോദരിയുടെ ഹസ്ബൻഡ് പറഞ്ഞു, പറ്റിയ പാർട്ടിയോടെ പറഞ്ഞു, ഇപ്പം ഫേസ്ബുക്കിൽ ഈ സാധനം വരും. എൻ്റെ ഗോൾ ബ്ലാഡർ ഓപ്പറേഷൻ. I went live. I said, yes, I had a problem with my gallbladder. I don't hold on to this earth. Believe me, eternity is very real for me. Eternity. ഞാൻ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പേ കോട്ടയത്ത് വലിയ മീറ്റിംഗ്, വലിയ സൗഖ്യങ്ങൾ, വീൽ ചെയർ എഴുന്നേക്കുന്നു, ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുക. ഇറ്റ് വാസ് വെരി പവർഫുൾ മീറ്റിംഗ്. ബിലീവ് മീ, ഇറ്റ് വാസ് വെരി പവർഫുൾ. എനിക്ക് തലവേദന എടുക്കും. ഓർത്ത് നോക്കി, മുമ്പിൽ സൗഖ്യം നടക്കുന്നു, എനിക്ക് തലവേദന എടുക്കും.
ഞാൻ അവിടെ നിന്ന് ഒരു സഹോദരനോട് പറഞ്ഞു, എനിക്ക് തലവേദനയ്ക്ക് എന്തെങ്കിലും താ. സോ he brought paracetamol. He brought it and സ്റ്റേജിൻ്റെ പുറമെ എന്നെ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് താ, സ്റ്റേജേ കൊണ്ടെത്താ, ആൾക്കാർ കാണട്ടെ. ഈ തങ്കു ബ്രദർ എന്ന് പറയുന്ന ആൾ ഒരു സാധാരണ മനുഷ്യനാണ്, എന്നാൽ അസാധാരണമായ ദൈവം തന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു, 1 മിനിറ്റ് എനിക്ക് തലവേദന എടുക്കുവാണ്, ഒറ്റ സെക്കൻഡ് 2 ഗുളിക കുടിച്ചു, വെള്ളം കുടിച്ചു, പിന്നെ മിനിസ്റ്റർ ചെയ്യുക, അത്ഭുത സൗഖ്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ തങ്കു ബ്രദറിൻ്റെ വിശ്വാസം കുറഞ്ഞു പോയോ? Look, there is eternity is real. നമ്മൾ ഇതിനേക്കാളും മഹത്വമേറിയ ഒരു സ്ഥലത്തോട്ടാണ് നമ്മുടെ യാത്ര. നിത്യജീവൻ, നിത്യത എന്ന് പറയുന്നത് ഒറിജിനൽ, യേശു എന്ന് പറയുന്നത് ഒറിജിനലാണ്. ഈ ലോകത്തിൻ്റെ പിടിവിടും. ഞാൻ ഈ പറയുമ്പം ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ദാരിദ്ര്യത്തിൻ്റെ ദൈവമല്ല ഇത്, ദാരിദ്ര്യം തരുന്നവനല്ല. ലോകത്തിൽ എനിക്ക് ആവശ്യമുള്ളത് മുഴുവൻ എനിക്ക് ദാനമായി തരുന്നവൻ. അതാണ് ഇന്നർ ചേംബറിൽ, സീക്രട്ട് പ്ലേസിൽ യേശു പറയാ, നിങ്ങൾ അറയിട്ട് അടയ്ക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയാൻ മേലാത്തവരെ പോലെ ഇത് വേണം അത് വേണം, എന്ത് കുടിക്കും, എന്ത് തിന്നും, എന്ത് ഉടുക്കും, അത് പറയാതെ നിങ്ങൾ ചോദിക്കുന്ന മുമ്പേ പിതാവിന് അറിയാം അത്. പിന്നെ എന്താ അവിടെ പറയേണ്ടത്? ഇറ്റ് ഈസ് ദ പോറിങ് ഔട്ട് ഓഫ് യുവർ ലവ്, പോറിങ് ഔട്ട് ഹിസ് പ്ലാൻ ഇൻ യു ആൻഡ് ക്ലോത്തിങ് യുവർ സെൽഫ്. ദൈവം തൻ്റെ മഹത്വത്താൽ നമ്മളെ ഉടുപ്പിക്കുക ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ പ്ലേസ് വേർ ഈ മൺകൂടാരത്തിനകത്ത്, മൺകൂടാരം, ഒരു അഹങ്കാരം, ഈ നമുക്കൊന്നും പ്രശംസിക്കാനില്ല. ഞാൻ അതുകൊണ്ടാണ് പലരോടും മറുപടി പറയാൻ പോകാത്തത്. എൻ്റെ കാര്യം ഞാൻ തന്നെ നിൽക്കുന്നത് ദൈവത്തിന് കൃപയാൽ. ചിലർ പറയുന്നു ഇത് അത് ശരിയാ, നിങ്ങൾ വലിയ ആൾ തന്നെയാണ്, ഞാനൊന്നുമല്ല. I have nothing to win with anybody. Denying yourself can happen only in the inner chamber. So here again I want to say, ആരെങ്കിലും കോൺഫിഡൻസ് ഇല്ല, എന്ത് സംഭവിക്കും, മറ്റുള്ളവർ വിചാരിക്കുന്നൊന്നുമല്ല ഒക്കെ നോക്കേണ്ടത്, കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധം. രാവിലെ വെൻ ഐ സേ രാവിലെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പം അറ അടയ്ക്കണം എന്ന് ഇന്നലെ യേശു പറഞ്ഞ വാക്കാ. അറ അടയ്ക്കണം, മത്തായി സുവിശേഷം 6:6 ഇന്നലെ പറഞ്ഞ വാക്ക. അറ അടച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അന്നത്തെ ദിവസത്തിലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്റ്റർബൻസ് ആണ്, ജസ്റ്റ് പ്രേ ആൻഡ് കം ഔട്ട്. ഞാനൊക്കെ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഐ വാസ് കണ്ടിന്യൂയിങ് ഇൻ മൈ ബിസിനസ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. സോ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ വെൻ യു ഓപ്പൺ ദ ഡോർ, ഞാൻ ഈ പഴയ നിയമത്തിൽ മോശയെ ദൈവം വിളിക്കുക സീനായി മലയിൽ മേൽ. It's a wonderful scripture which is in പുറപ്പാട് പുസ്തകത്തിലാണ്. ആൻഡ് മോശയെ ദൈവം വിളിക്കുമ്പം പുറപ്പാട് പുസ്തകം 34:3 അതിനകത്ത് പറയാം, and let no man be seen throughout the mountain. Let no man come with you. ആരും നിന്റെ കൂടെ വരരുത്. ഇറ്റ് ഈസ് മൈ ഇൻറ്റിമേറ്റ്, നീയും ഞാനും മാത്രമായിട്ട്. And then it is wonderful. You go and in the 30th വാക്യം വരും, and when Aaron and all the children of Israel saw Moses, behold, the skin of his face shone, and they were afraid to come near him. That is what happens. യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ ഈ തൊക്ക് വിളങ്ങുന്നല്ല, you will radiate the glory of God. ഇതാണ് അപ്പോസ്തലപ്രവൃത്തി 4:13 പറയുന്നുണ്ട്. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ടപ്പോൾ
അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് സാമാന്യ മനുഷ്യരാണ്, പഠിപ്പില്ലാത്തവരാണ്. പക്ഷെ അവരുടെ ധൈര്യം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ യേശുവിൻ്റെ കൂടെയായിരുന്നു. അവർ യേശുവിൻ്റെ കൂടെ നടന്നവരാ, യേശു പറഞ്ഞ വാക്കറിയാവുന്നവരാ. ബട്ട് ലുക്ക് അറ്റ് ദ കണ്ടിന്യൂറ്റി. അവർ യേശുവിൻ്റെ കൂടെ നടക്കുക. ആൻഡ് ദാറ്റ് ഈസ് ദാറ്റ് ഇൻറ്റിമസി ടൈം ഓഫ് പ്രയർ. ഓർക്കുന്നുണ്ടോ, പത്രോസ് യോപ്പയിൽ പോകുന്ന സമയത്ത് അവിടെ ഭക്ഷണത്തിന് കുറച്ച് സമയം പ്രിപ്പയർ ചെയ്യാൻ ഉടനെ താൻ മോളിൽ കയറി പ്രാർത്ഥനയില്ല. അവിടെ വെച്ച് താൻ ദർശനം കണ്ട്. I'll tell you, it is in that secret place that you will see visions, dreams, and many of your decisions will change. പത്രോസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. തൻ്റെ മനസ്സിൽ യഹൂദന് മാത്രമായിരുന്നു ഈ സുവിശേഷം. പക്ഷേ ആ സീക്രട്ട് പ്ലേസിനകത്ത് തൻ്റെ ഡിസിഷനെ മാറ്റുന്ന നിലയിൽ ഒരു തുപ്പട്ടി വന്നിറങ്ങി പറയാം, ദൈവം സൃഷ്ടിച്ച് ഒന്നിനെയും നീ നിഷ്ഠ ചെയ്യും, അത് ചീത്തയാ മോശമാണെന്ന് നീ പറയരുത്. Look, that is what happens. It changes you. Now, അവിടെ പത്രോസ് പറയുന്നില്ല, കർത്താവേ അങ്ങനെയൊന്നുമല്ല, ഞാൻ പോകത്തില്ലെന്നൊന്നും. That is no. He changes. That is denying yourself. എൻ്റെ പ്ലാൻ അല്ല അവിടെ നടക്കുന്നത്. ദൈവം എന്നോട് ഇന്ന് രാത്രി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം, പീപ്പിൾ ആർ ഗെറ്റിംഗ് തേഴ്സ്റ്റി ആൻഡ് യു വിൽ ബിക്കം തേഴ്സ്റ്റി. ഐ വിൽ ടെൽ യു. നാളെയും നാളെ കഴിഞ്ഞൊക്കെ കർത്താവ് അനുവദിച്ചാൽ പ്രാർത്ഥിക്കണം, ദാറ്റ് ഐ ക്യാൻ കണ്ടിന്യൂ ഇൻ ദ സെൻസ് I want to continue and I will continue, and it's His grace that He allows us to continue. You will get such thirsty for God. And ഇപ്പം പ്രത്യേകിച്ചും ഇപ്പം ബെസ്റ്റ് സമയമാണ്. കാരണം വെളിയിലെങ്ങും പോകണ്ട ഒന്നുമില്ല. ഫോക്കസ് യുവർ ടൈം റീഡിങ് ദ വേർഡ്. പക്ഷേ ദൈവവചനം വായിക്കുകയല്ല, ഇൻ ദ സ്റ്റിൽനെസ്, നോയിങ്. നൗ നമ്മുടെ ആ കോൺഫിഡൻസ് എന്താണെന്ന് ഞാൻ പറയാം. പിതാവ് എന്നോട് സ്നേഹം. ദാറ്റ് വാസ് അഷ്വറൻസ് ഓഫ് യേശു. യേശുവിൻ്റെ അഷ്വറൻസിൻ്റെ ഒരു കാരണം. ഐ ലവ് ദിസ് വേർഡ്. യു വിൽ ലവ് ദിസ് വേർഡ് വെൻ ഐ ഹിയർ. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 26. നോക്കിക്കുക ആ ഇൻറ്റിമസി. ഞാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാം, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാറണം. ചെറിയ കാര്യങ്ങളിലൊന്നും ചെറിയ കാര്യങ്ങൾ നടത്തത്തില്ല എന്നാണ്. യേശുവിൻ്റെ മുമ്പിൽ തൻ്റെ വചനം കേൾക്കാൻ വന്നവർക്ക് വെസുന്നവരോട് ഞാൻ ജീവൻ്റെ അപ്പമാ, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞില്ല. അവർക്ക് അപ്പം കൊടുത്തു. ഒരു ഭവനത്തിൽ നാണം കേട് വരാൻ പോവാ, വീഞ്ഞു തീർന്നു. ഉടനെ ഞാനാണ് മുന്തിരിവള്ളി, നിങ്ങൾ അതിൻ്റെ കൊമ്പുകൾ. യേശു പറഞ്ഞില്ല. ഹി ഗേവ് വാട്ട് വാസ് നെസസറി. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു ചെറിയ മീൻ പോലും കിട്ടാതെ വലഞ്ഞിരുന്ന പത്രോസിനോട് ഞാൻ മഹത്വത്തിൻ്റെ രാജാവ്, എൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിൽ തന്നോളാമെന്നല്ല പറഞ്ഞു. കമോൺ, ലെറ്റ്സ് ഗോ ഡു ഫിഷിംഗ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് ചെയ്യുമ്പോൾ ഹി ഡസൻ ലൈക്ക് ലേസിനെസ്, ഹി ഇൻവോൾവ്സ് അസ്. നൗ ഈ ഒരു വാക്ക് നിങ്ങൾ വായിക്കണം. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 26-27 കണക്ട് ചെയ്യണം. വായിച്ചെന്ന് അനി. അന്ന് ഇൻ ദാറ്റ് ഡേ യു വിൽ ആസ്ക് ഇൻ മൈ നെയിം. എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. മൈ ഗുഡ്നെസ്, നമ്മുടെ എല്ലാ അടിസ്ഥാനം തീർന്നു പോകുന്ന പോലെ ആയിപ്പോൾ അല്ലേ. യേശു പറയാം, നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലെന്നല്ലേ പറഞ്ഞേ അല്ലേ? ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഞാൻ പറയുന്നില്ല, ഞാൻ ഉറപ്പിക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം എന്താ? കാരണമാ അടുത്ത വാക്ക്. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുക. The Father Himself loves you. Father Himself
loves you. ഓർത്ത് നോക്കിക്കേ, that inner chamber, the most holy place where the Father is seated, the Father of glory, മഹത്വത്തിൻ്റെ പിതാവാം ദൈവം, പിതാവ് തന്നെ എന്നെ സ്നേഹിക്കുക. 16:27, another statement of Father himself loves me. യേശു പറയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, നിങ്ങൾ എൻ്റെ നാമത്തിലൊക്കെ പറഞ്ഞു, പക്ഷേ പിതാവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, എല്ലാം അകാരണമായ ഭയങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ആണ്ട് ഇവിടെ വേദന, ഇനി കുഴപ്പമാവുമോ, അവിടെ പ്രശ്നം. നോ, യു ആർ പ്രിസർവ്ഡ്. നിന്നെ രക്ഷിക്കുകയും സ്ട്രെങ്തൻ ചെയ്യുകയും രക്ഷിക്കുകയും പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുക ഫോർ ദ ഹെവൻലി കിങ്ഡം. യുവർ ലൈഫ് കനോട്ട് ബിക്കം എ ഫെയിലിയർ. ആൻഡ് ഈ ഉറപ്പ് എവിടെയാണ് കിട്ടുന്നത്? ഇന്ന് നിങ്ങൾ എൻ്റെ ഈ കാണുന്ന വചനം കേട്ടു, നല്ല കാര്യം. പക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ കേട്ടതിന് ശേഷം ഉണ്ടാകേണ്ട അനുഭവം എന്താ? തങ്കുറാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ല. ഇറ്റ് ഷുഡ് ലീഡ് യു ടു ദ ഇന്നർ ചേംബർ. അറയടച്ച് കഴിഞ്ഞാൽ കഥ അടയ്ക്കുന്ന കാര്യമല്ല പറഞ്ഞേ. കഥ അടയ്ക്കണം, വേണ്ടാത്ത ശബ്ദങ്ങളൊന്നും വരണ്ട, മനസ്സിനകത്തൂടെ. പിന്നെ that is a place of peace. Father himself loves me. This is a business meeting, secret meeting. എൻ്റെ അകത്തെ മനുഷ്യൻ പിതാവും ദൈവത്തിൻ്റെ മഹത്വത്താൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ചുറ്റും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. We are not at all going to touch those things. Why? Father himself loves me. I am in the plan. നമ്മുടെ മക്കളെ കുറിച്ച്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, തൻ്റെ വിവാഹ ജീവിതത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. യു ഷുഡ് ഫോക്കസ് ഓൺ ഇറ്റ്. ഡൈവോഴ്സിൻ്റെ വക്കിലാണ്. നോക്ക്, കുടുംബജീവിതം എല്ലാ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനം ഭർത്താവിനാണ്. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, മരണത്തോളം സ്നേഹിക്കണം എന്നർത്ഥം. അതിൻ്റെ റെപ്രസെൻ്റാണ് യേശു. യു ഷുഡ് ടേക്ക് എൻ എക്സ്ട്രാ മൈൽ. എന്നോട് പറഞ്ഞ ആ വ്യക്തിയോട് ഞാൻ പറയാം, ചെറുപ്പക്കാരല്ലേ, എടുത്ത് ചാടെടുത്ത് ഒന്ന് പറഞ്ഞ രണ്ട് നോട്ടിന് ഡൈവോഴ്സ് അല്ലല്ല, ദൈവം യോജിപ്പിച്ചതാണ്. എന്നോട് ആ മോന് എന്നോട് പറഞ്ഞു, തങ്കുബ്രാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നിട്ട് ദൈവം എന്താ പറയുന്നതെന്ന് പറയണം. ഞാൻ നോക്ക്, ദൈവം പറയുന്നത് വളരെ വ്യക്തമാണ്. യോജിപ്പിച്ചതാണോ വേർപിരിക്കരുത്. അതിന് സ്പെഷ്യൽ പ്രോഫറ്റിക് വേർഡൊന്നും വേണ്ട. നിന്നെ അരുതാത്തത് നിന്നെ കൊണ്ട് യോജിപ്പിച്ചത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ദൈവം അല്ല നിങ്ങളുടെ ഭാര്യയെ തിരഞ്ഞെടുത്ത്, നമ്മളെ തിരഞ്ഞെടുത്തു. നമ്മളെല്ലാ കാര്യം നോക്കി തിരഞ്ഞെടുത്തു. നമ്മൾ ചൂസ് ചെയ്തതിനെ ദൈവം യോജിപ്പിച്ചു. ഇനിയും വേർപിരിക്കരുത്. ഷുഡ് ടേക്ക് എൻ എക്സ്ട്രാ മൈൽ. അതിനകത്ത് ഏറ്റവും അധികം റെസ്പോൺസിബിലിറ്റി ഭർത്താക്കന്മാർക്ക്. ക്രിസ്തു സഭയെ സ്നേഹിച്ചു. Now these are things which ഈ ദിവസങ്ങളിൽ കർത്താവിനെ I will share with you, but today the rhema for today is the Lord stood with me. The Lord stood with me and strengthened me. ഇന്ന് ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ, ഭയങ്കരമായ കൊറോണ വൈറസ്. ഇന്നലെ ഞാൻ വേറൊരു വാർത്ത കേട്ടു, ദാറ്റ് over 80-85% have been healed. അത് കേട്ടെ, കൈ കഴുകിക്കേ. ഇറ്റ്സ് എ റിയാലിറ്റി. കൊറോണ ഉണ്ട്, അവിടെ കൊറോണ വൈറസ് ഉണ്ട്. സോ അവിടെ കൈ കഴുകണം, വെള്ളം കുടിക്കണം ഇടയ്ക്കിടയ്ക്ക്, അവയർനെസ് കൊണ്ടുവരണം, ആൻഡ് ഹെൽപ്പ് ദോസ് ഹു ആർ ഇൻ നീഡ്. ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം മൈറ്റ് ബി അറ്റ് 1 o'clock, 1:30 ആയപ്പം റിപ്പോർട്ടറിലെ നികേഷ് അദ്ദേഹം എനിക്കൊരു വീഡിയോ അയച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് ദം. നിങ്ങളും പ്രാർത്ഥിക്കണം, നമ്മൾ ഫേസ്ബുക്ക് ഫാമിലി പ്രാർത്ഥിക്കണം. കാര്യം 18-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ
ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ദാറ്റ് UK, യൂറോപ്യൻ കൺട്രീസ് മുതലായ ഒരു സ്ഥലത്തിൽ നിന്നും ഇന്ത്യയിലോട്ട് ആൾക്കാരെ ബോർഡ് ചെയ്യരുത്. കഴിഞ്ഞ ദിവസം ഏകദേശം കുറച്ച് പേര് സ്ട്രാൻഡഡ് ആയിരുന്നു ഇറ്റലി എയർപോർട്ടിൽ. നമ്മുടെ സഹോദരൻ ഷാജി അവിടെ പോയി. അവർക്ക് ഷാജി മാത്രമല്ല, ഷാജിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരോട് ചേർന്ന് അവിടെ വി സപ്പോർട്ടഡ് ദം. ഇന്ന് ഈ കുഞ്ഞുങ്ങൾ സ്റ്റുഡൻസാണ്, ഫ്ലോറൻസ് എന്നുള്ളവരാണ്, തൊടുപുഴക്കാരാണ്. തൊടുപുഴയിൽ അവരുടെ കുടുംബങ്ങളോട് ഞാൻ പറയാം, ദേ ആർ സേഫ്, ഡോണ്ട് വറി, ഡു നോട്ട് വറി അറ്റ് ഓൾ, ദേ ആർ സേഫ്. അവരെന്നാ ആകും, എന്നാ ഭക്ഷണം കഴിക്കും, എങ്ങനെ അവിടെ കഴിയും, ഭാരപ്പെടരുത്. ഞങ്ങളുടെ ആൾക്കാർ അവിടെ നോക്കുന്നുണ്ട്. റീച്ച് വേൾഡ് വൈഡ് അവിടെ ഉണ്ട്. റീച്ച് വിൽ റീച്ച് എവറിവെയർ. അതിന് നിങ്ങളെ എന്നെ കുറ്റപ്പെടുത്തിക്കോ കല്ലെറിഞ്ഞോ, ദിസ് വി വിൽ ഡു. ഞങ്ങൾ സൽപ്രവൃത്തി ചെയ്യാൻ ഒരിക്കലും മടിക്കത്തില്ല. ഞങ്ങളെ ഇറക്കി വിട്ടോ എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ പിന്നെയും ഞങ്ങൾ തന്നെ വരും അവിടെ. സോ നികേഷ് എന്നോട് പറഞ്ഞു, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ്. ഉടനെ തന്നെ ഷാജി ബ്രദറിനെ ഞാൻ വിളിച്ചു. റോമിൽ ഷാജി ബ്രദർ അവരെ വിളിച്ചു. അവർക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ഹോട്ടലിൽ പോയി. വി സെഡ് സ്റ്റേ ഇൻ ദ ഹോട്ടൽ, വി വിൽ പ്രൊവൈഡ് ഫോർ എവറിത്തിങ്. ആൻഡ് ദിസ് ഈസ് സംതിങ് വിച്ച് വി ആർ നൗ ഫോക്കസ്. അവിടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ കൊറോണ ടെസ്റ്റ് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് വന്നാൽ നാളെ അവർക്ക് തിരിച്ച് നാട്ടിൽ വരാം. ഇന്ന് വരാൻ പ്രാർത്ഥിക്കാൻ പോകും. അല്ലെങ്കിലുള്ള ദോഷം 31-ാം തീയതി വരെ ഫ്ലൈറ്റ്സിനകത്ത് ഇവർക്ക് ബോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ കുഞ്ഞുങ്ങൾ ഫ്ലോറൻസിൽ നിന്ന് ഇറ്റലിയിൽ വന്നതാണ്. അവരുടെ സ്റ്റുഡൻറ്റ് വീസയാണ്. ഇനി സെപ്റ്റംബർ വരെ തിരിച്ച് അവരുടെ കോൺട്രാക്ട്സ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അവർ വന്നിരിക്കുന്നു. ആൻഡ് സോ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം അവിടെ അവരുടെ ആ റിസൾട്ട് കിട്ടണം. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ കോവിഡ് ഫ്രീ ആണെന്ന് കണ്ട് ലെറ്റ് ദം കം ഓവർ, അവർക്ക് നാട്ടിൽ പോകാൻ പറ്റണം. സോ ഇനി കോൺട്രറി ആണോ, വി വിൽ പ്രേ ആൻഡ് സപ്പോർട്ട്. ലണ്ടനിലെ ജോജി ബ്രദറിന് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹീ ഈസ് ഫോളോയിങ് ഇറ്റ് അപ്പ്. ആൻഡ് നമ്മുടെ UK എല്ലാം സഭകളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അവിടെ 80ഓളം സ്റ്റുഡൻസ്, ആ മോൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഐ ആം ഇൻ കോൺടാക്ട് വിത്ത് ദം. ആ മോൾ എന്നോട് പറഞ്ഞത്, ഇറ്റലിയിൽ ഇപ്പോൾ ഈ 80ഓളം സ്റ്റുഡൻസ് ആൻഡ് അവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ 2 സ്റ്റുഡൻസിന് റീച്ച് വേൾഡ് വൈഡ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. റീച്ച് വിൽ റീച്ച് എവറിവെയർ. യെസ്. ആൻഡ് വേൾഡ്, എനിവെയർ ഇൻ ദ പ്ലേസ് ഇൻ ദ വേൾഡ്, എനിവെയർ ഇൻ ദ വേൾഡ്, heavenly feast is there, reach worldwide is there. Now we are going to pray, but today ഇന്ന് ഞാൻ ക്ലോസ് ചെയ്യുന്ന മുമ്പേ, let this be the rima. ലോകത്തിൽ എല്ലാവരും നിങ്ങൾക്ക് കൈവിട്ടാലും കൈവിടാത്തവരുണ്ട്. who will never accuse you. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന് പറഞ്ഞ ആ പിതാവാം ദൈവം തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. What a promise. And that is why Paul said, എല്ലാവരും എന്നെ കൈവിടുമ്പോഴും കർത്താവിൻ്റെ കൂടെ നിന്നു. The Lord stood with me and strengthened me. ആ ഇന്നർ ചേംബറിനകത്തുനിന്ന് ആ സമയം അവിടെ ചെലവഴിച്ച് അവിടെ തന്നെ ഇരിക്കാനല്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. പ്രാർത്ഥന എന്ന് പറയുന്നത് മതഭ്രാന്തല്ല, അല്ല, ഇറ്റ്സ് പ്രാക്ടിക്കൽ. എന്തിനായി ആ ഇന്നർ ചേംബർ എക്സ്പീരിയൻസ്? ടു കം ഔട്ട് പവർഫുള്ളി ആൻഡ് ഡു ആൻഡ് സെർവ് ഹ്യൂമാനിറ്റി. മാനവരാശിയെ സഹായിക്കാനും അവരെ എംപവർ ചെയ്യാൻ വെളിയിലിറങ്ങി വരിക. യേശു ക്രിസ്തു തൻ്റെ 3 ശിഷ്യന്മാരെ, യോഹന്നാൻ, പത്രോസ്, യാക്കോബിനെ ആ മലയിലേക്ക് കൊണ്ടുപോയി, മരുഭൂമി മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ താൻ എന്ത് എന്ന് കാണിച്ചു. ഇറ്റ് വാസ് എ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ്. ഉടനെ പത്രോസ് പറഞ്ഞു, നമുക്കിവിടെ 3 കുടിൽ കെട്ടാം, നമുക്കിവിടെ ഇരിക്കാം. നോ, യേശു പറഞ്ഞു അങ്ങനെ ആ എക്സ്പീരിയൻസിൽ എല്ലാം ലോകമൊക്കെ ബൈ പറഞ്ഞ് അവിടെ പോയി ഇരിക്കാനല്ല, തിരിച്ച് എംപവേർഡ് കോൺഫിഡൻസോടെ യേശു ആരാന്ന് തിരിച്ചറിഞ്ഞവരായി, യേശുവിൻ്റെ മഹത്വം കണ്ടവരായി മലപ്പുറത്ത് നിൽക്കുകയല്ല, തിരിച്ചു വന്ന് ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കാൻ തയ്യാറായി. ഇന്നർ ചേംബർ വേർ യു ഗോ ഇൻ ടു ഹിസ് പ്രസൻസ്. ദാറ്റ് അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്ന് നല്ല രസമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. ഗെറ്റ് കോൺഫിഡൻസ്,
empowered and go to the world and tell the world. ലോകത്തോട് മുഴുവൻ പറയണം, ഭയപ്പെടേണ്ട, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഞങ്ങൾ വിശ്വാസികളെ ഞങ്ങളുടെ കൂടെ മാത്രമേ ഉള്ളൂ. അല്ലല്ല, ലോകത്തെ എല്ലാവരെയും ഒരുപോലെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ബിഗോട്ടൻ സൺ. നമുക്ക് മനസ്സിലായി, അവർക്ക് മനസ്സിലായില്ല. പക്ഷെ ദൈവം അവരെയും സ്നേഹിക്കുന്നുണ്ട്. ചില ഭൂകമ്പങ്ങളും സുനാമിയൊക്കെ വരുമ്പോൾ ചിലർ പറയും ഇത് മുഴുവൻ ദൈവം കണ്ടോ, അവരെല്ലാം തകർത്ത് കളഞ്ഞു. എൻ്റെ മനസ്സിൽ അവർക്ക് വേണ്ടി വേദനയെ പോകുന്നു. അവരുടെ പ്രിയപ്പെട്ടവർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഒരു പക്ഷെങ്കിൽ എനിക്ക് സുവിശേഷം അറിയിക്കാൻ പറ്റിയായിരുന്നെങ്കിലോ. ലോകത്തിൻ്റെ നാശം കാണാനും മറ്റുള്ളവരുടെ നാശം കാണാനല്ല നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ഇന്നർ ചേംബർ, യു വിൽ ഡിനൈ യുവർ സെൽഫ്. യേശു പറഞ്ഞ ആദ്യത്തെ വാക്കാണ് ഡിനൈ യുവർ സെൽഫ്. ഞാൻ എന്നെ തൊട്ട കണ്ടു. കർത്താവ് നിങ്ങളെയും സ്നേഹിക്കും. ഇന്ന് ധൈര്യത്തോടെ ഇരിക്കണം. ആ ഇന്നർ ചേംബർ എക്സ്പീരിയൻസിനകത്ത് വെളിയിൽ വരണം. മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി ഓരോരുത്തരുടെ മേലും അഗ്നി ജ്വാല, തീ നാവുകൾ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് അവർ ഇറങ്ങി പുറപ്പെട്ടു. അവരവിടെ തീ ഇറങ്ങിയ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് തീ കാഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് ഒരു തീ ഇറങ്ങാൻ. ഒരു തീ കാഞ്ഞ് അവിടെ ഇറങ്ങുമായിരുന്നു, എല്ലാവരും തീ കാഞ്ഞ് അവിടെ നിന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ തീയല്ലേ. അതിന് റെയിൻഹാർഡ് ബോങ്ക് ഒരു ഉദാഹരണം പറയും. മുമ്പിൽ നല്ല ചൂടാകുമ്പോൾ പറയാണ്ട് പുറം നടന്നു, ഉടനെ പുറം തിരിഞ്ഞ് നിൽക്കും. പുറം ചൂടാകുമ്പോൾ പിന്നെ മുമ്പോട്ട്. ഇവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകത്തില്ല. അതുകൊണ്ടാണ് ഓരോരുത്തരുടെ തലയിലും തീ നാവ് കൊടുത്തത്. They did not wait. The inner chamber will empower you for the world. ലോകത്തിന് രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചു, പകൽ മുഴുവൻ യേശു ശുശ്രൂഷിച്ചു. നിങ്ങളും ഞാനും ഈ ഇന്നർ ചേംബറിൽ നാളെയും കർത്താവ് അനുവദിച്ചാൽ I will share with you that intimacy which the Bible says. The word should not substitute your personal fellowship with Jesus. യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം ദൈവവചന വായന ലിമിറ്റ് ചെയ്യരുത്. ദൈവവചന വായന കൂടുതൽ കർത്താവുമായിട്ട് പ്രണയത്തിലാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇറ്റലിയിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ പ്രയാസമില്ല. അവിടെ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ ഭക്ഷണം കൊടുക്കാൻ ഈ ഷാജി ബ്രദർ പോകുമ്പോൾ അദ്ദേഹം മാസ്കും ഇല്ല, ഒന്നുമില്ല, എല്ലാം കർത്താവ്. ഞാൻ നടക്കത്തില്ല. യു ഹാവ് ടു വെയർ എ മാസ്ക്. നമ്മുടെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വി ഹാവ് ടു ടേക്ക് പ്രിക്കോഷൻ. അല്ലേ? യേശു ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പിശാച് എടുത്ത് ചാടിക്കോളാം. യേശു പറഞ്ഞു ദൈവത്തെ ഞാൻ പരീക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ കരോണയുടെ സമയമാണ്. സർക്കാർ ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ആ നിർദ്ദേശപ്രകാരം എല്ലാം സുരക്ഷിതം. കൈകൾ കഴുകണം. സോപ്പ് ആൻഡ് വാട്ടർ. റീച്ച് എക്സ്പ്രസ് ഇസ് കമ്മിങ് വിത്ത് എ ബ്യൂട്ടിഫുൾ ഡിറ്റർജൻറ്റ്. ഞാൻ ഇന്ന് അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ദേ ആർ കമ്മിങ് വിത്ത് എ ഡിറ്റർജൻറ്റ് വിച്ച് ഈ ക്ലോത്തിനകത്ത് മുഴുവൻ ജേംസും കളയുന്ന ഒരു സാധനം. ഇറ്റ്സ് വിൽ ബി വെരി ഗുഡ്. ഇനിയോ കൈ കഴുകണം, വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. കൈ വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കൈ കഴുകാതെ മുഖം, നമുക്ക് ഈ സാധാരണ കൈ കണ്ണ് ചൊറിച്ചിൽ വരുമ്പം കണ്ണൊക്കെ അത് ചെയ്യരുത്. അതല്ലാതെയും ചെയ്യരുത്. അതൊരു പ്രാക്ടീസ് ആക്കണം. ടു നോട്ട് ടു യൂസ് യുവർ ഫിംഗേഴ്സ്. കാര്യം പൊടി വരും, ബാക്ടീരിയൽ. ഈ കങ്കുരു ഒക്കെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ബാക്ടീരിയൽ ക്ലോഗ് ചെയ്ത് കളയുന്നത്. സോ ഈ കൈ മുഖത്ത് കഴിയുന്നതും കൊണ്ടുവരാതിരിക്കണം. കൈ നന്നായി കഴുകണം. അപ്പം ചോദിക്കും ലിഫ്റ്റിലൊക്കെ കയറുമ്പോൾ എന്നാ ചെയ്യണം? മുട്ടുപയോഗിച്ച് യൂസ് യുവർ എൽബോ, വാഷ് യുവർ ഹാൻഡ്സ്. വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ റിമൂവ്. ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ വെളിയിൽ പോയി തിരിച്ചു വരുമ്പം ഐ റിമൂവ് മൈ ക്ലോത്ത്സ്, ഡയറക്ട്ലി പുട്ട് ഇറ്റ് ഇൻ ടു ദ വാഷിംഗ് മെഷീൻ ആൻഡ് ദെൻ ഗോ ഹാവ് മൈ ഷവർ. സോ ദീസ് ആർ പ്രാക്ടിക്കൽ തിങ്സ് വിച്ച് വി ഹാവ് ടു ഡു. ചിലരൊക്കെ നിങ്ങളോട് പറയും നിങ്ങൾ വിശ്വാസമില്ല, പോയി കരോണ എടുത്ത് ചാടുന്നവരല്ല. We are ordinary, extraordinary God living in us. Now, let me conclude. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. I want everyone who is watching me, be strong. ഭയപ്പെടരുത്. പൗലോസ് പറഞ്ഞ വാക്ക് ഇന്ന് നിങ്ങൾ നെഞ്ചത്തോടെ ഏറ്റെടുക്കണം. എല്ലാവരും എതിരായാലും the Lord stood with me and strengthened me.
Blessed be the name of Jesus Christ. I can feel the Holy Spirit into your bedrooms, into your homes, into your offices, wherever you are watching. നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലത്തും പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇറങ്ങി നിൽക്കുന്ന ഐ ക്യാൻ ഫീൽ ഹിം ടച്ചിങ്. കർത്താവ് കൂടെ നിൽക്കുന്നത്. ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ നാഴികയിലും നിങ്ങളുടെ കൂടെ ഉണ്ട്. കർത്താവ് കൂടെ നിൽക്കുന്നത് 1 ഡെലിവർ ചെയ്യാൻ, 2 സ്ട്രെങ്തൻ ചെയ്യാൻ, 3 പ്രിസർവ് ചെയ്യാൻ. നിങ്ങൾ ഒരിക്കലും തകർന്നു പോകത്തില്ല. ഒരു ദോഷവും നിങ്ങളുടെ കൂടാരത്തിനോ ഒരു ബാധയും കൂടാരത്തിനോ വരത്തില്ല. ദി ലോർഡ് ബ്ലെസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയുള്ള വചനമാണ്. ഈ ലൈവ് കണ്ടവരും ഇനി ലൈവ് കാണാൻ പോകുന്നവർക്കും ഐ എം ഗിവിംഗ് ഇറ്റ് ആസ് എ പ്രൊഫറ്റിക് അട്രൻസ് ഇൻ ടു യുവർ ലൈഫ്. The Lord stood with me, strengthened me, delivered me, and preserved me. Strengthen you, deliver you, preserve you. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് ആരോ അയച്ചു. We will pray. In the name of Jesus, let there be a financial breakthrough. കർത്താവ് അനുവദിച്ചാൽ പ്രാർത്ഥിച്ചു. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ കുറിച്ച്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച്. ഞാൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരു വാക്ക് ഈ ലൈവിൽ പറയാം. സഹോദരന്മാരോട് ഞാൻ പറയാം, നിങ്ങൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരോട് ചോദിക്കാതെ ചെയ്യരുത്. അപ്പം നിങ്ങൾ ചോദിക്കും, അവർക്കതിന് ബിസിനസ് അറിയത്തില്ലല്ലോ, സാമ്പത്തിക വ്യവസ്ഥ അവർക്കെങ്ങനെ അറിയാവുന്നത്? അവർക്കറിയാം. എങ്ങനെ അറിയാമെന്ന് ഞാൻ പറയാം. പുരുഷന്മാർക്കില്ലാത്തൊരു കഴിവ് സ്ത്രീകൾക്കുണ്ട്. അതാണ് വിവേചനം, ഡിസേൺമെൻറ്റ്. അവർക്ക് പ്രാക്ടിക്കൽ എന്നാ പറയേണ്ടിയേ, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞതും ഷെയർ പോകുന്നതും ഒന്നും അറിയത്തില്ലായിരിക്കും. പക്ഷേ ഒരു ബിസിനസ്സിലോട്ട് പ്രവേശിക്കുന്ന മുമ്പേ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന മുമ്പേ അവരോട് ചോദിക്കണം. അവരുടെ അകത്തുനിന്നൊരു സാധനം വരും, ചെയ്യണ്ട. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കർത്താവെന്ന് വെച്ചാൽ ഐ വിൽ ഷെയർ വിത്ത് യു. സോ ലെറ്റ് us pray. ഫേസ്ബുക്ക് ഫാമിലി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ 80 സ്റ്റുഡൻസ് ഇന്ന് ഇറ്റലിയിലുണ്ട്. അവരുടെ ആ കൊറോണയുടെ റിസൾട്ട് വന്നാൽ ദേക്കാൻ ഇന്ന് രാത്രിയും കൂടെ ഉള്ളൂ സമയം. 18th എൻ്റെ കയ്യിൽ റിപ്പോർട്ടർ ചാനലിൽ നികേഷ് അയച്ചു തന്ന ഒരു ഓർഡറുണ്ട് സിവിൽ ഏവിയേഷൻ്റെ, വേർ ഇറ്റ് സേസ് 18th 12 noon GMT മുതൽ ഈ സ്ഥലത്ത് നിന്ന് ഫ്ലൈറ്റ്സിൽ ബോർഡ് ചെയ്യിക്കരുത് ടിൽ May 31st. സോ അവർ സ്റ്റാൻഡേർഡ് ആയിപ്പോവും ഇറ്റലിയിൽ. പക്ഷെ അവരുടെ പേരൻസ് ഭാരപ്പെടേണ്ട. ഈ 2 കുഞ്ഞുങ്ങളുടെ കാര്യം എസ്പെഷ്യലി ഇറ്റ്സ് ബീങ് ടേക്കൺ കെയർ ഓഫ്. ബാക്കിയുള്ള മലയാളി കമ്മ്യൂണിറ്റി അവിടെ ദേ ആർ സെർവിങ് എവ്രി വൺ. സോ വി വിൽ പ്രേ. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ, ഇറ്റലിയിൽ അവരുടെ ജോലി, അവർ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തു. പലയിടത്തുനിന്നും അവർ വന്നു. പ്രത്യേകിച്ചും ആ 2 കുഞ്ഞുങ്ങൾ, ഫ്ലോറൻസിൽ നിന്ന് വന്നിരിക്കുന്ന 2 കുഞ്ഞുങ്ങൾ ഇറ്റലിയിലുണ്ടല്ലോ, തൊടുപുഴയിലുള്ളവരാണ്. അവരുടെ ആ റിസൾട്ട് ഒന്ന് കിട്ടി. അവർക്ക് ആ ഫ്ലൈറ്റ് ഒന്ന് ബോർഡ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ആ 80 കുഞ്ഞുങ്ങളോ എങ്ങനെയല്ലോ വീട്ടിൽ വരണം. അവരുടെ അപ്പനും അമ്മമാരും വറീഡായിട്ടിരിക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവ് അങ്ങ് ആശ്വസിപ്പിക്കണം. അപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വഴികൾ അങ്ങ് തുറക്കണം. യു ആർ എ ഗോഡ് ഓഫ് ബ്രേക്ക് ത്രൂ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സൂപ്പർ നാച്ചുറൽ കർത്താവെ അങ്ങയ്ക്ക് ഇതിനകത്ത് ഇടപെടാമല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ശക്തമേറിയ കരം നീട്ടണം. ഒരു ഔട്ട് ഓഫ് വേ കർത്താവെ, സാധാരണയല്ല അസാധാരണമായ കോവിഡ് ഇല്ല എന്നുള്ള റിസൾട്ട്, നെഗറ്റീവ് റിസൾട്ട്സ് അവർക്ക് കിട്ടുകയും അവർക്ക് യാത്ര ചെയ്യാനുള്ള അനുഭവം അല്ലെങ്കിൽ ഫേവർ കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല അവരുടെ ഉള്ളിൽ ഭയവും നിരാശയും വരരുത്. അവരുടെ കുടുംബങ്ങൾക്ക് ഭയവും നിരാശയും വരരുത്. പിതാവേ, ഹെൽപ്പ് അസ് ടു സെർവ് ദം ബെറ്റർ. അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഈ ദിവസങ്ങളിൽ പല പല വെല്ലുവിളികളുടെ ഇടയിൽ നിൽക്കുന്നവരുണ്ട്. അകാരണമായ ഭയം പലയിടത്തും കൂടുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ ഭയങ്ങളെല്ലാം മാറി, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആ ശബ്ദം എല്ലായ്പ്പോഴും കേൾക്കാൻ കർത്താവ് കരുണ ചെയ്യണമേ. ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ അവസരമുണ്ടല്ലോ, കൂടുതൽ അങ്ങയുടെ കൂടെ ഇരിക്കുവാനായിട്ട് ആ പരിശുദ്ധാത്മാവായ ദാഹം ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്കായി സ്തോത്രം. I release that prophetic word upon everybody. And the Lord stood with me, strengthened me, preserved me, and delivered me. Blessed be the name of Jesus Christ.
I release that prophetic word upon everyone. And the Lord stood with me, delivered me, strengthened me, preserved me. ധൈര്യമായിട്ടൊന്ന് എൻ്റെ കൂടെ പറയാം, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും എന്ന ധൈര്യത്തോടെ നിങ്ങൾ പറ. ഒന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ, കർത്താവ് എനിക്ക് തുണ, യേശു എൻ്റെ കർത്താവ്, യേശു എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, ഒരു ദോഷവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഇത് ഹൃദയത്തിൽ വിശ്വസിക്കണം, വായിക്കൊണ്ട് ഏറ്റു പറയണം. താങ്ക് യു വെരി മച്ച് എവറി വൺ ഫോർ ജോയിനിങ് മീ. ടുമോറോ ഓൾസോ we will continue the inner chamber. Thank you, Anish. Thank you, Binu. Binu was there from the beginning. Amos Binu Varghese, Austin Benan, Duni, bless you, Liju, everyone who was there. നമ്മുടെ ഗവർണേഴ്സ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. I miss all of you. I miss fellowship. നമ്മൾ ഒന്നിച്ചിരുന്ന ഉണക്കമീൻ ചമ്മന്തിയും സാമ്പാറും മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി ഉടനെ മിസ് ചെയ്യുന്നുണ്ട്. Naiju, my son in Christ, bless you. Reni, Duni, Abhilash, Shaji brother, bless you. Rupa sister, Rupa Kannan brother nodu anveshanam parayanam, bless you. Pradesh, my son in Christ, bless you. George Thomas, everyone who was with me. Wonderful Pinky, you are doing a great job. Christy, Sanjay and Prenu, oh, you are on fire for Jesus from Kuwait. എല്ലാവരും, all those who were with me, bless you. നാളെ വൈകുന്നേരം കൃത്യം 8:30 മണിക്ക് തന്നെ നമ്മുടെ കൂട്ടായ്മ വീണ്ടും ആചരിക്കാം. അതുവരെയും മറക്കരുത്, the Lord stood with me. ദൈവം വാക്ക് മാറത്തില്ല, ഒരിക്കലും യേശു വാക്ക് മാറത്തില്ല. The Lord stood with me, delivered me, strengthened me, preserved me. You are covered with the presence of God. നമ്മൾ സ്പേസ് സൂട്ട് ഇടുന്ന പോലെ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളെ കവർ ചെയ്യട്ടെ. God bless you in Jesus' name. Amen.